നോക്കി ഈ ഒരു ബിറ്റുമ്മ ടൈല് തുറക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവകരമായ ഈ ഒരു ബിറ്റിൻ്റെ കാലം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ടൈല് ഈ ഒരു ബിറ്റ് വെച്ചാണ് തുറക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാക്സിമം പൊട്ടിപ്പോകും ടൈലിൽ ഹോൾ. അല്ലെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റോ ടൈല് കട്ട് ചെയ്യണം ബിറ്റിട്ട് സെപ്പറേറ്റ് തുളച്ചതിന് ശേഷമാണ് ഹാമറിൻ്റെ ഡ്രില്ല് വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ബിറ്റ് ഇട്ടിട്ട് തുറക്കണം. പക്ഷേ അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ നേരെ ഡയറക്റ്റ് ഈ ഒരു ബിറ്റ് ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ മൂലമുണ്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഭിത്തിയും തുറക്കാം. അതുപോലെ തന്നെ ഏതാ നമ്മുടെ ഗ്രാനൈറ്റും തുറന്ന് അതുപോലെ നല്ല ഷാർപ്പ് ഹോളായിട്ട് കിട്ടും. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ടൈലും തുറന്ന് ഭിത്തി എന്ന് പറഞ്ഞാൽ ബിറ്റ് വയ്ക്കുക. ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ടോ. ഇപ്പോൾ ബാത്റൂമിൽ ടൈല് തുറക്കുന്നവർക്കും ഒരു 6-ന്റെ ബിറ്റിട്ട് അടിക്കുന്നവർക്കും ഭയങ്കര ഉപകാരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു ഹോള് ഉണ്ടാവും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഹോൾ വരുന്നത്. അതായത് നമ്മൾ 6-ന്റെ സാധാ കോൺക്രീറ്റ് ബിറ്റിട്ട് അടിച്ച് കഴിഞ്ഞാൽ ചിന്നലാവും, അവിടെ പൊളിയും. അതോടെ നമ്മളെല്ലാം കാണിച്ച് ഈ ജാതി ഒരു ടൂൾ ഇറങ്ങിയെന്ന് പറയാൻ സത്യം പറഞ്ഞാൽ സാധാരണ നമ്മുടെ ബാറ്ററി കുറച്ച് ഡ്രില്ലിട്ടാണ് അടിക്കുന്നത്. ഡ്രില്ലിട്ട് അടിക്കാൻ പറ്റില്ല. സാധാരണ ബിറ്റിൻ്റെ ഒരു അറ്റം തന്നെയാണ്. ഏകദേശം എല്ലാ കടയിലും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് 100 രൂപ റേറ്റിലൊക്കെ ഉള്ളൂ ഏകദേശം ഈ ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എന്താണല്ലോ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് ടൈലൊക്കെ അത്രയ്ക്ക് നിഷേധിക്കുന്ന ടൈലാണ് നമ്മളത് തുളച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് സാധാ ബിറ്റിട്ട് അടിച്ചാൽ. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ബിറ്റ് മാക്സിമം ഒഴിവാക്കുക. ഈ ബിറ്റ് കൊണ്ട് ടൈല് കൊടുക്കാൻ നോക്കുക. ടൈലിന് വേണ്ടി സെപ്പറേറ്റ് ടൈല് കൊടുക്കുന്ന ബിറ്റ് മേടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ അത് തുറയിട്ട് അതിന് ശേഷം ഹാമറിംഗ് ഡ്രില്ല് ഈ ഒരു 6-ന്റെ കോൺക്രീറ്റ് ബിറ്റിട്ട് അടിച്ച് ഒരു കാര്യമില്ല. ഈ ഒരൊറ്റ ബിറ്റ് മതി. നമുക്ക് ടൈലിലാണ് ഹോൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരൊറ്റ ബിറ്റ് മതി. 6 സെറ്റാണ്.